ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് അൻസിബിനെ പറ്റിയാണ്. ആക്ച്വലി ഈ സാധാരണ ബിഗ് ബോസ് ഗെയിമറെ പോലെയല്ല പുള്ളിക്കാരി. കുറച്ചും ഡിഫറൻ്റ് ആയിട്ടാണ് എല്ലാ രീതിയിലും ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഈ പുള്ളിക്കാരിയുടെ ഒരു ഒരു പ്ലാൻ ഉണ്ട്, ഗെയിം പ്ലാൻ. അത് ആർക്കും ഇല്ല വീട്ടിൽ. ആക്ച്വലി എല്ലാവരും പറയുക കട്ടലിനുള്ളിലാണ്, കട്ടൽ റാണി അതേ ചെയ്യുള്ളൂ, ഓടില്ല ചാടൂല, അങ്ങനത്തെ ഗെയിമൊന്നുമില്ല. ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ മാറിയിരിക്കും. സ്ക്രീൻ സ്പേസ് ഇല്ല, സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറയും. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ മൈൻഡ് ഗെയിമർ അൻസിബയാണ്. അത് 100% ഉറപ്പായിട്ട് ഞാൻ പറയും, മൈൻഡ് ഗെയിമർ. പക്ഷെ മൈൻഡ് ഗെയിമർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഫിസിക്കലും എല്ലാ രീതിയിലും ടാസ്ക് വൈസും എല്ലാം ഓണായിരിക്കണം, അല്ലാതെ മൈൻഡ് ഗെയിം വെച്ച് കളിച്ച കാര്യം. പക്ഷേ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് വെച്ചാൽ വെറുതെ വെറുതെ സംസാരിക്കില്ല ഒരു കാര്യവും. എന്നുവെച്ചാൽ ആവശ്യമുള്ള കാര്യം ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് പറയേണ്ടവരടുത്ത് പറയേണ്ട രീതിയിൽ ആ പോയിൻറ്റ്സ്, പൊള്ളുന്ന പോയിൻറ്റ്സ് എന്ന് പറയില്ല, അതുപോലത്തെ ഒരു പോയിൻറ്റ്സാണ് പുള്ളിക്കാരി ഇറക്കുന്നത്. അത് എപ്പോഴും ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ. എപ്പോഴും ആ ഒരു ഫൈറ്റ് ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരു ഒരു ഡേ 1 ഒരു എപ്പിസോഡ് നോക്കിയോ, അതിൽ അൻസിബിനെ കാണിക്കുന്നത് ഒരു 100%, ഒരു 30%, 40% അൻസിബിനെ സ്ക്രീനിൽ വരുള്ളൂ, വന്ന് ബാക്കിയെല്ലാം ജിൻഡോ, ജാസ്മിൻ, ഗബ്രി അവരൊക്കെ ഫോക്കസ് പോൾ. അൻസിബ കുറവാണ്. ഒന്നാം റൂമിലായിരിക്കും കൂടുതൽ നിൽക്കുന്നത്. ഇപ്പോൾ ഋഷിയും അൻസിബയും കൂടുതലും, ഋഷി പിന്നെങ്കിലും ഇറങ്ങി, പക്ഷേ അൻസിബ റൂമിനകത്തായിരിക്കും കൂടുതൽ നിൽക്കുന്നത് എപ്പോഴും. അത് എന്താണ് ഫസ്റ്റ് 2 വീക്കൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് നെഗറ്റീവ് വന്ന്, വലിയ വലിയ ഇതൊന്നും ഇല്ല, വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. ടാസ്ക് വൈസ് ആണെങ്കിൽ ഇറങ്ങൂല, ഒരു ഇതുമില്ല, സംസാരിക്കുകയില്ല, അങ്ങനെ മിണ്ടയില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് അൻസിബ എന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ അധികം സംസാരിക്കില്ല, ആരെ തല്ലുപിടിക്കണ ഇഷ്ടമല്ല, ആരെ വെറുപ്പിക്കണ ഇഷ്ടമല്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ആ റൂമിന് അകത്തിരുന്ന് ആലോചിച്ച് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്യണത് ശരിക്കും അതാണ് ശരിക്കുള്ള മൈൻഡ് ഗെയിമർ എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ ആ പറയണ പോയിൻറ്റ്സും ആ ചിന്തിക്കുന്ന രീതി, എന്നുവെച്ചാൽ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് തെറ്റ് വരാറില്ല. ആരെയും കൊണ്ട് വെറുപ്പിക്കലോ സ്വഭാവം പുള്ളിക്കാർ വന്നിട്ടില്ല അങ്ങനെ. ഒന്നാമത്തെ കാര്യം, വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ, നല്ല വർത്തമാനത്തിൻ്റെ കാര്യത്തിൽ ഒരു വേണ്ടാത്ത വാക്കോ ചീത്ത വാക്കോ തെറി വാക്കോ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, ഞാൻ പറഞ്ഞാണ്, അതിനെക്കുറിച്ച് പറയില്ല. പറയുന്ന വാക്കൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഇരുന്നു, അങ്ങനത്തെ ഒരു നമുക്ക് കേൾക്കാൻ പറ്റിയ രീതിയിലുള്ള വാക്കുകളും എല്ലാ കാര്യങ്ങളാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നുവെച്ചാൽ അൻസിബ തന്നെ മിക്കയിടത്തും എല്ലാവരുടെ മിക്ക പരിപാടിയിലും ഒരു ടാസ്ക് വൈസാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമില്ല, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമില്ല, എനിക്ക് പുറത്ത് പോകാൻ ആഗ്രഹം, എനിക്കിവിടെ പറ്റണില്ല എന്നൊക്കെ കുറേ പറഞ്ഞിട്ടും എന്നിട്ടും അവിടെ നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അപ്പോൾ അത്രക്കും പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആൾക്ക്. അതാണ് ഏറ്റവും വലിയ വാസ്തവം. നല്ല പോലെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പുറത്ത്. ഫാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അത്ര പോളിടുണ്ട്, ജാസ്മിനെ അൻസിബിനെ ഇടാറുണ്ട്, പെണ്ണുങ്ങൾ മാത്രമുള്ള ഇടാറുണ്ട്. എല്ലാവരും കൂടി 4 പോളേ പറ്റുള്ളൂ, അപ്പോൾ അൻസിബിനെയും കൂടി ചേർക്കും, അപ്പോൾ അൻസിബക്കും കിട്ടാറുണ്ട്. അൻസിബിനെ വെച്ച് കുറേ ഇടാറുണ്ട്. അതിൽ ജാസ്മിനാണ് കുറച്ച് ലീഡ് വരാറുള്ളത് ഞാൻ ഇട്ടയിൽ വെച്ചിട്ട്. പക്ഷേ സെക്കൻഡ് പൊസിഷനിൽ അൻസിബ ഉണ്ട്. അൻസിബ ഇപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ആക്റ്റീവായ ഒരാളാണ്. എന്തുണ്ടെങ്കിലും അപ്പം തന്നെ പെട്ടെന്ന് പ്രതികരിക്കും ജാസ്മിൻ എന്ന് പറഞ്ഞാൽ. ഒന്നും മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരിക്കില്ല, അപ്പം തന്നെ ചീത്ത പറയും. അത് ഏത് രീതിയിലാണോ ഏത് ഭാഷയിലാണോ അങ്ങനെയൊന്നുമില്ല. അത് മറ്റുള്ള എതിരാൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം, എങ്ങനെയൊക്കെ ഇപ്പോൾ പ്രതികരിക്കണം, ആ രീതിയിലായിരിക്കും ഡബിൾ ഡോസിലായിരിക്കും ജാസ്മിൻ പറയണത്. ജാസ്മിൻ അങ്ങനത്തെ ഒരാളാണ്, അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഫാൻ ബേസ് ഉണ്ടാവും. പക്ഷേ അൻസിബ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ജാസ്മിനെ പോലെ അത്രയും ഒച്ചയിൽ സംസാരിക്കില്ല, വെറുതെ സംസാരിക്കില്ല. പുള്ളിക്കാരി ആവശ്യമുള്ള സ്ഥലം ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആൾക്ക് കൊടുക്കേണ്ടത് ആ കൊടുക്കേണ്ട രീതിയൊക്കെ ഒരു മാന്യമായ പയ്യ രീതിയിൽ സംസാരിക്കുള്ളൂ. ഈ അൻസിബയൊക്കെ ഒച്ചെടുത്ത് സംസാരിക്കണ ആരും കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. ഒച്ചെടുത്തോ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. വിഷമിച്ചിരിക്കും, കരയും, അതൊക്കെ പലരും കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് ആരും ഇത് കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം തന്നെ അതാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞാലും. ഒരു ആരും വെറുപ്പിക്കാണ്ടുള്ള ഗെയിം, അതാണ് പലർക്കും ഇഷ്ടപ്പെടുന്നത്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആരെ പേരൊന്നും പറയാനുള്ള, മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് പുള്ളിക്കാരിക്ക്. ശരിക്കും പറയൊരു പക്ഷേ നമ്മുടെ ബി ബി മെറ്റീരിയൽ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ബി ബി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ അഖിൽ മാരാറ്,
ജിൻഡോ, പിന്നെ ഈ റോബിന്, അങ്ങനത്തെ ആബു, അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെയാണ് റിയാസ് എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും ഓൾ ഓവറിൽ പെർഫോമൻസ് ചെയ്യണത്. ഓൾ ഓവറിൽ എത്ര മുന്നിട്ട് നിൽക്കുന്നത് അവരാണ് ബി മെറ്റീരിയൽ എന്ന് ഒരിക്കലും എപ്പോഴും പറയാനുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം ഈ അൻസിബക്ക് പറ്റാത്ത കാര്യങ്ങൾ വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം പെട്ടെന്ന് ഒരു വേദിയിലിരുന്നിട്ട് പെട്ടെന്ന് മുഖത്തോക്കി ചീത്ത പറയാൻ പറ്റില്ല, ഒച്ചെടുക്കാൻ പറ്റില്ല, ഒരു പിടിച്ച് നിന്ന് സംസാരിക്കാൻ അതിലുള്ള ഇതില്ല പുള്ളിക്കാരിക്ക്. പിന്നെ ഒരു ഫിസിക്കൽ ടാസ്ക്, ഒരു ഓട്ടോ ചാട്ടോ അങ്ങനത്തെ ഉള്ള ടാസ്ക് വന്നാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഗെയിം കുറച്ചും കൂടി മൈൻഡ് ഗെയിമൊക്കെ കുറച്ച് നന്നായിട്ട് കളിക്കും, അല്ലാത്ത ഗെയിമിലൊക്കെ പുള്ളിക്കാരി ഡൗൺ ആണ്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. പുള്ളിക്കാർക്കുള്ള അൻസിബക്കുള്ള ഏറ്റവും വലിയ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. പക്ഷേ അത്രയും നെഗറ്റീവ്സ് ഉണ്ടായിട്ടും നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ്. പുറത്തുള്ള സപ്പോർട്ട് എന്നുവെച്ചാൽ ഈ നോമിനേഷൻ നല്ലപോലെ വന്നിട്ടുണ്ട്, പക്ഷേ നോമിനേഷൻ വന്നാലും അതിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. എന്താണ് അൻസിബ ഇതുകൊണ്ട് ക്യാപ്റ്റൻ ആയിട്ടില്ല എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ആയിട്ടില്ല. പവർ ഹൗസിൽ ഇപ്പോൾ ആദ്യമായിട്ട് കയറിയത് ഈ വീക്കിലാണ്. പക്ഷേ പവർ ഹൗസിൽ കയറിയപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എന്താണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏതൊരാളുടെ ഫസ്റ്റ് ചോയ്സ് തന്നെയാണ് അൻസിബ. മിക്കവരും ഫസ്റ്റ് ചോയ്സാണ്. എവിക്ഷൻ ആണെങ്കിലും ഫസ്റ്റ് ചോയ്സ്, എന്താണ് ഗെയിമിൽ പുറകോട്ട് നിൽക്കുന്ന ആളാണേലും എല്ലാ രീതിയിലും ചോദിക്കും ഫസ്റ്റ് ചോയ്സാണ്. വെച്ചാൽ അതിന് കാര്യമുണ്ട്. അവരെന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ, ഗെയിമിൽ കാര്യത്തിലും ഒരുവിധപ്പെട്ട മിക്ക കാര്യത്തിലും പുറകോട്ടാണ് അൻസിബ എന്ന് പറഞ്ഞത്. അൻസിബക്കുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഗെയിമിങ്. അങ്ങനെ ആര് വെറുപ്പിക്കാണ്ട് പുള്ളിക്കാരിയുടെ രീതിയിൽ ഒരു സൂത്രബുദ്ധി എന്നൊക്കെ അറിയില്ലേ, അതുപോലെയാണ്. എന്നുവെച്ചാൽ ഈ മിണ്ടാണ്ട് ഇരുന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു നല്ല പണി തരാം, അതാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ഒരിത്. അത് വെച്ച് ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല, പുള്ളിക്കാരനെ ബെസ്റ്റ് ആ കാര്യത്തിലൊക്കെ. നമുക്ക് ഇപ്പോൾ ഒരാളെ വെറുപ്പിക്കാം, ഒരാൾക്കൊരു വർത്തമാനത്തിലൂടെ ഒരു പണി കൊടുക്കുക, ബീറ്റ് ചെയ്യുക. അതിൽ അയാളെ കുറേ ചീത്ത പറഞ്ഞ് തല്ല് പിടിച്ച് കുറേ ചീത്ത തന്തയ്ക്ക് തള്ളൊക്കെ വിളിച്ച് ചീത്ത പറഞ്ഞ് വർത്താനം പറയുക. അല്ലെങ്കിൽ അൻസിബനെ പോലെ ആവശ്യമുള്ള പോയിൻ്റ്, ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞ് തീർക്കുക. ഇപ്പോൾ എന്താണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ നോക്കിയാൽ പെണ്ണുങ്ങളിൽ കുറച്ചും കൂടി ഏറ്റവും സപ്പോർട്ടുള്ള ഒരാൾക്കാരാണ് ഈ എന്താണ് ജാസ്മിനി. ലേഡീസിൽ ഏറ്റവും സപ്പോർട്ട് കൂടുതൽ ജാസ്മിൻ തന്നെയാണ് എപ്പോഴും. അത് ജാസ്മിൻ എത്ര നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാലും കൂടുതൽ സപ്പോർട്ട് ഫാൻസ് ഉള്ളത് ജാസ്മിൻ തന്നെയാണ്. പിന്നെ ആ പോൾ വെക്കുമ്പോഴും എല്ലാ കാര്യത്തിനും ജിൻഡോ അതിനെ ഏറ്റവും കൂടുതൽ ഫാൻസ് വോട്ട് കിട്ടുന്നത് ജാസ്മിനാണ്. പെണ്ണുങ്ങളിൽ ഫസ്റ്റ് കിട്ടുന്നത് ജാസ്മിനാണ്, സെക്കൻഡ് അൻസിബക്കാണ് ഫാൻസ് ഉള്ളത്. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ എല്ലാം കൊണ്ടും ആക്റ്റീവായി, ഫിസിക്കലി എല്ലാം കൂടെ ആക്റ്റീവായത് അപ്സരയും ജാസ്മിനാണ് കൂടുതലും. പിന്നെ നോറ വന്നുണ്ട്, പക്ഷേ ഈ നോറനേക്കാളൊക്കെ ഒരുപാട് മുൻപിലാണ് ഇവർ നിൽക്കുന്നത്. നോറക്ക് എന്താണ് പ്രശ്നം വെച്ചാൽ ഈ സംസാരിക്കുമ്പോൾ അവിടെ ഒരു കരയാനുള്ളൊരു ഇൻറ്റൻസി കൂടെ ഉണ്ട്. അതൊരിക്കലും പാടില്ല, കരയാനോ അതിനുള്ളൊരിത് അത് നല്ലതല്ല ശരിക്കും പറഞ്ഞാൽ. കരയണം എന്തിനാണ്, നമ്മൾ പറയാനുള്ള കാര്യം അപ്പോൾ തന്നെ മുഖത്ത് നോക്കി എന്താണെങ്കിലും പറയണം. ഇങ്ങനെയൊക്കെ കരഞ്ഞ് മരിച്ചൊന്നും ഇരിക്കരുത് ഒരു കാരണവശാലും, കരയരുത്. എന്തിനാ കരയണം? ഇപ്പോൾ എന്താണ് ജാസ്മിൻ കരയുന്നുണ്ട്, പക്ഷെ വെറുതെ കരയില്ലല്ലോ. ഈ നോറ കരയണ അത്ര ആ കരഞ്ഞ് മെഴുകി ആരോടെ ഇരുന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം തന്നെ. പക്ഷെ നോർക്ക് ഫാൻസ് ഉണ്ട്, സപ്പോർട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ അവരുടേതായ ഗെയിമുണ്ട്. ഇപ്പോൾ ജാസ്മിൻ കളിക്കുന്ന ഗെയിമല്ല അൻസിബ കളിക്കണം, നോറ കളിക്കുന്ന ഗെയിമല്ല ജാസ്മിൻ കളിക്കണം. ഓരോരുത്തർക്കും അവരുടെ ഗെയിമുണ്ട്, കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അൻസിബിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്, ഞാൻ മാറിപ്പോൾ ഇതുകൊണ്ട് അൻസിബിനെ പറ്റിയാണ്. അപ്പോൾ അൻസിബ ഇത്രക്കും ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്ക് കുറേ നെഗറ്റീവ് കിട്ടിയ ആളാണ്. ചില ഗെയിം കളിക്കില്ല, ഒന്നിനും ഒരു പാർട്ടിസിപ്പേറ്റ് ഒരു കാര്യത്തിനും ആക്റ്റീവ് അല്ല, സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല. സ്ക്രീനിൽ ആ എപ്പിസോഡ് ഉണ്ടെങ്കിൽ അൻസിബനെ ചുരുക്ക സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കുറേ നെഗറ്റീവ് ഉണ്ടായിട്ടും പുള്ളിക്കാരിക്ക് ഒരു തേർഡ് വീക്ക് ഫോർത്ത് വീക്ക് ആയപ്പോഴത്തേക്കും ഫാൻ ബേസ് കൂടി. പുള്ളിക്കാരൻ്റെ സ്വഭാവം മനസ്സിലായി. എന്താണ് ബുദ്ധിക്ക് എല്ലാവരും പറയും കട്ടലിനകത്ത് ഇരിക്കുള്ളൂ, ആ റൂമിനകത്ത് പുറത്തേക്ക് വരില്ല. ഋഷിയും അൻസിബ ഒരേ ലെവലുള്ള ആൾക്കാർ, അൻസിബ പറയുന്നത് അനുസരിച്ച് ഋഷി എല്ലാം പെർഫോം ചെയ്യണത്. അങ്ങനെ കുറേ നെഗറ്റീവ് വന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി എന്താണ് പുള്ളിക്കാരുടെ ഗെയിം പ്ലാൻ എന്താണ്. അവിടെയാണ് പുള്ളിക്കാരെ കഴിവ് തെളിയിച്ചത്, ഫാൻ സപ്പോർട്ട് ഉണ്ടാക്കിയത്. അവിടെ നിൽക്കാൻ കാര്യം എത്ര വിഷയം വന്നിട്ടും എന്ത് വന്നിട്ടും പുള്ളിക്കാർ പിടിച്ച് നിൽക്കണമെങ്കിൽ ആ ഒരു മൈൻഡ് ഗെയിം കൊണ്ടിട്ടാണ്. പുള്ളിക്കാർ പറഞ്ഞു എന്താ ചെയ്യുക, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, എനിക്ക് ആരെ വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല, തല്ലുപിടിക്കുന്ന ഇഷ്ടമല്ല, ഒന്നിനോട് താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എല്ലാം പറഞ്ഞ്. അത് ഓരോരുത്തരുടെ ആ സ്വഭാവം അനുസരിച്ചാണ്. ഇപ്പോൾ ജാസ്മിൻ തല്ലുപിടിക്കുന്നത് എന്താണ്, ഇവർ തല്ലുപിടി വ്യത്യാസമുണ്ട്. ജാസ്മിൻ നല്ല ചീത്തയും പറയും എല്ലാം പറയും.
എല്ലാം ചെയ്യും ജാസ്മിൻ. നല്ല ചീത്ത വിളിക്കും, ഒന്നും വെച്ചേക്കില്ല. സ്നേഹത്തോടാണെങ്കിൽ നല്ല സ്നേഹത്തോടെ കാണിക്കും, തല്ലുപിടിച്ചാൽ അതിനപ്പുറം കാണിക്കും. പക്ഷേ അൻസിബ തല്ലുപിടിക്കുന്ന രീതിയൊക്കെ പൂച്ചകളില്ലേ, അതുപോലെ തന്നെയാണ്. മിണ്ടാണ്ടിരിക്കുള്ളൂ, തല്ലുപിടിക്കില്ല. കുറച്ച് വാക്കുകൾ പറയുള്ളൂ. പക്ഷെ ആ പറയണ വാക്ക് പിന്നെ ഈ ലിവിങ് റൂമിലൊക്കെ ഇരുന്ന് ഒരു അഭിപ്രായം പറയാൻ പറയുമ്പോൾ അൻസിബാൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പോയിൻറ്റ്സ്. അതൊക്കെ ഒരു പക്ക പോയിൻ്റാണ്. അൻസിബ കുറച്ച് വേഡ്സ് പറഞ്ഞെങ്കിൽ ആ വേഡ്സിൽ ഒരു നല്ലൊരു പക്ക പവർ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ലാലേട്ടന് ഇവരോട് ചോദിച്ചിട്ടുണ്ടായി, ജാസ്മിൻ്റെ ഗബ്രീൻ്റെ ഇഷ്യൂ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബാക്കിയുള്ളവർ ചോദിച്ചപ്പോൾ അൻസിബൻ്റെ ഒരു വാക്ക് ഒരു ഇത് പറഞ്ഞു, കുറച്ച് വാക്ക് പറഞ്ഞുള്ളൂ. എന്താണ്, മോഹൻലാൽ സാർ, ജാസ്മിൻ ഇവിടെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ്. അപ്പോൾ കമ്മിറ്റഡ് ആയ കുട്ടിക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരാൻ പാടില്ല. ആ ഒരൊറ്റ വാക്ക് കൊണ്ട് മൊത്തം കേരള ജനതയെ മൊത്തം പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തി ഫാൻസാക്കിയ ഒരാളാണ്. കുറച്ച് പറയുള്ളൂ, ചറപറ ഒരു വെറുതെ വലിച്ചോരൊന്നും പറയില്ല, കുറച്ച് പറയുള്ളൂ. ആ കുറച്ച് പറയുന്നെങ്കിലും ആ പറയുന്ന പോയിൻറ്റ്സ് അത് കൊള്ളുന്ന പോയിൻറ്റ്സാണ്. അത് ആർക്കിട്ടാണേലും അടുക്കേണ്ട രീതിയിൽ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റിൽ കിട്ടുന്നുണ്ട് ആ പോയിൻ്റ്. അവിടെയാണ് നമുക്ക് അൻസിബക്ക് കൊടുക്കുന്ന കയ്യടി. അപ്പം ഞാനിനി വലുതാണ് ഞെട്ടിപ്പോണില്ല. അൻസിബനെ കുറിച്ച് പറഞ്ഞാണ്, അൻസിബൻ്റെ ക്യാരക്ടർ എങ്ങനെക്കുറിച്ച് ഞാൻ കണ്ട നിരീക്ഷയിൽ വെച്ച് പറയാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അൻസിബനെ ഇപ്പോൾ ഡേ 1 മുതൽ ഇപ്പോൾ ഈ 61ാം ദിവസം വരെ കണ്ടതിൽ വെച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ലതാണോ, ഈ പെർഫോമൻസ് മതിയോ, ഇനി കുറച്ചുകൂടി കൂട്ടണോ? നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒക്കെ കണ്ടസ്റ്റൻ്റ് ആരാണ് അതും കമൻറ്റായി രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോരോ വീഡിയോസ് ഇടുന്നുണ്ട്, കുറച്ച് ലെങ്തി ഉള്ളത്, ഒരാൾക്കാരെ പറ്റി റിവ്യൂ കാര്യങ്ങളെക്കുറിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഒരു അഭിപ്രായം, ഒരു ഐഡിയ കിട്ടുന്നതാണ്.